നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു ബന്ധവും തുടരരുത്, അപേക്ഷിച്ചുകൊണ്ട് ഒരു ബന്ധവും നിലനിർത്തുകയും അരുത്. ബന്ധങ്ങൾ നമ്മൾ എത്ര നന്നായി കാത്തു സൂക്ഷിച്ചാലും അകലാൻ ആഗ്രഹിക്കുന്നവർ നിസ്സാര കാരണങ്ങൾ കൊണ്ട് അകന്നു പോവുക തന്നെ ചെയ്യും. ആഗ്രഹിച്ചതിന് വേണ്ടി പോരാടാനായില്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയുകയും അരുത്. ഒന്നിച്ച് ജീവിക്കുവാനുള്ള അതിയായ ആഗ്രഹം ഉള്ളിൽ വെച്ച് വിധിയെ പഴിച്ചുകൊണ്ട് കാൽ നൂറ്റാണ്ടായി കഴിയുന്ന രണ്ട് ജീവിതങ്ങളുടെ കഥയാണ് ഞാനിവിടെ പറയുന്നത്. നളിനി എന്ന നടി തമിഴിലൂടെയാണ് കൂടുതൽ പ്രശസ്തി നേടിയതെങ്കിലും അവർ കടന്നു വന്നത് മലയാള സിനിമയിലൂടെയാണ്. നളിനിയുടെ പിതാവ് ഒരു മലയാളിയാണ്. പ്രശസ്ത നൃത്ത സംവിധായകൻ, കൊറിയോഗ്രാഫർ വൈക്കം മൂർത്തിയുടെ മകളാണ് നളിനി. എന്റെ ആദ്യ രണ്ട് ചിത്രങ്ങളിലെയും കൊറിയോഗ്രാഫറായിരുന്നു വൈക്കം മൂർത്തി. അദ്ദേഹവുമായി വ്യക്തിപരമായി എനിക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന നുങ്കമ്പക്കത്തെ ഫ്ളാറ്റിനടുത്തായിരുന്നു നളിനിയുടെ വീട്. ദിവസവും വൈകുന്നേരമായാൽ വീടിന്റെ ഗേറ്റ് തുറന്നിട്ട് ഗേറ്റിന് അരികിൽ ഒരു കസേരയിട്ട് റോഡിലൂടെ പോകുന്നവരെയും നോക്കിയിരിക്കുന്ന വൈക്കം മൂർത്തിയുടെ ചിത്രം ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഞാനും വൈക്കം മൂർത്തിയുമായുള്ള സൗഹൃദമാണ് എന്റെ ആദ്യ ചിത്രത്തിൽ നളിനിയെ ഉപനായികയാക്കാനുള്ള കാരണം. ഒരു മാടപ്രാവിന്റെ കഥ എന്ന എന്റെ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ജോഡിയായിരുന്നു നളിനി. മമ്മൂട്ടിയോടൊപ്പം നിൽക്കാനുള്ള ഉയരവും സൗന്ദര്യവും അഭിനയ ചാതുര്യവും ഒക്കെ ഉള്ള മിടുക്കിയായ ഒരു നടിയായിരുന്നു നളിനി. അന്ന് നളിനിയുടെ അമ്മയായിരുന്നു അവൾക്കൊപ്പം വന്നിരുന്നത്. മമ്മൂട്ടിയും നളിനിയുമായിട്ടുള്ള ഗാനം ചിത്രീകരിച്ചത് അവളുടെ പിതാവായ വൈക്കം മൂർത്തിയുമായിരുന്നു. നളിനി നായികയായിട്ട് ആദ്യം അഭിനയിക്കുന്നത് മോഹൻ സംവിധാനം ചെയ്ത ഇടവേള എന്ന ചിത്രത്തിലാണ്. ആ ചിത്രത്തിലൂടെയാണ് അവളുടെ യഥാർത്ഥ പേരായ റാണി എന്നത് മാറ്റി പകരം നളിനി എന്നാക്കിയത്. തുടർന്ന് KG ജോർജിന്റെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ചിത്രത്തിലും അവർ നായികയായിരുന്നു. അങ്ങനെ നിരവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തമിഴിലെ T രാജേന്ദ്രന്റെ ഉயிருള്ളവരെ ഉഷ എന്ന ചിത്രത്തിന്റെ ഉന്നത വിജയം നളിനിയെയും ഉന്നതിയിലെത്തിച്ചു. തമിഴിലെ ഒട്ടുമിക്ക സൂപ്പർ നായകന്മാരുടെ കൂടെയും നളിനി അഭിനയിച്ചു. തമിഴിലെ തിരക്ക് കാരണം മലയാള സിനിമയെ ഒഴിവാക്കുകയും ചെയ്തു. ഒരു വർഷം തന്നെ നളിനിയുടെ 24 ചിത്രങ്ങൾ റിലീസ് ചെയ്ത ചരിത്രവും നിലനിൽക്കുന്നുണ്ട്. അത്രത്തോളം തിരക്കുള്ളതായി മാറി നളിനിയുടെ ജീവിതം. ഇതുകൂടാതെ തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലും നളിനി തിരക്കുള്ള നടിയായി മാറി. കൃത്യസമയത്തുള്ള ഭക്ഷണം, ഉറക്കം ഇവയെല്ലാം സിനിമ തിരക്ക് കാരണം നഷ്ടപ്പെട്ട ആ ജീവിതം മടുപ്പുളവാക്കിയെന്ന് നളിനി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നളിനിയുടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുത്തിരുന്നത് അമ്മയായ പ്രേമ തന്നെയായിരുന്നു. അവിടെ വൈക്കം മൂർത്തിക്ക് അച്ഛൻ എന്ന സ്ഥാനമല്ലാതെ മറ്റു യാതൊരു വോയിസും ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു പാവം ശുദ്ധനായിരുന്നു. ഭാര്യ പ്രേമ പറയുന്നതായിരുന്നു അവിടുത്തെ അവസാന വാക്ക്. സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് അഭിനയം തുടർന്നു കൊണ്ടിരുന്നതിനാൽ നളിനിക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. വലിയ അഭിനേത്രിയാണെന്നുള്ള ഭാവമോ അഹങ്കാരമോ ഒന്നും ഇത്രയും ഉന്നതിയിൽ എത്തിയിട്ടും നളിനിക്ക് ഇന്നത്തെ നടിമാരെ പോലെ ഉണ്ടായിരുന്നില്ല. എന്റെ സിനിമ ഷൂട്ടിംഗ് വേളയിൽ തിരുവനന്തപുരത്തെ ഒരു കോളേജ് ഫംഗ്ഷനിൽ അവരെ പങ്കെടുപ്പിക്കേണ്ടതായി വന്നു. ആ ഫംഗ്ഷനിൽ അവിടെ അവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു വാചകം പറഞ്ഞാൽ മതി, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്ന് മാത്രം. മലയാളം ഒട്ടും തന്നെ വശമില്ലാത്ത അവർ അത് തമിഴിൽ എഴുതിയെടുത്ത് കാണാപ്പാഠം പഠിച്ചു. വേദിയിൽ കയറിയപ്പോൾ കുട്ടികളുടെ ആർപ്പുവിളിയും ആരവവും കേട്ട് മൈക്കിന് മുമ്പിലെത്തി അവർക്ക് കാണാതെ പഠിച്ച ഡയലോഗുകൾ മറന്നും പോയി. അവിടെ നിന്ന് ഡയലോഗ് ഓർത്തെടുക്കാൻ അവർ ഒരു ശ്രമവും നടത്തി. അവസാനം ബഹളത്തിനിടയിൽ അവർ പറഞ്ഞൊപ്പിച്ചു, എല്ലാവർക്കും അസ്മസ് എന്ന്. അത് പറഞ്ഞ അവർക്കറിയില്ല എന്താണെന്ന്. കേട്ടവർ ധരിച്ചു അവർ വേറെ ഏതോ ഭാഷയിൽ ആശംസകൾ അർപ്പിച്ചതാണെന്ന്. അങ്ങനെ ഒരുവിധം അവിടെ നിന്നും രക്ഷപ്പെട്ടു. കോളേജിൽ നിന്നും ഇറങ്ങി വരുന്ന വഴി മുൻപിൽ നളിനിയും തൊട്ടു പിന്നിലായി കൂട്ടിന് പോയ സഹസംവിധായകനും നടന്നു വരുന്ന വഴി ആ കോളേജിലെ ആൺകുട്ടികൾ സഹസംവിധായകനോട് ചോദിച്ചു, എടാ മാമ, എന്താടാ ഇവളുടെ റേറ്റ് എന്ന്. നളിനി അത് ശ്രദ്ധിച്ചുമില്ല. സഹസംവിധായകൻ എന്നോട് വന്ന് പരാതിയായി പറയുകയും ചെയ്തു. നളിനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ സംഭവം ഓർത്തുപോയെന്നേ ഉള്ളൂ. ഷൂട്ടിങ്ങിന് വന്നാൽ നളിനി ഒരു കാര്യത്തിലും ആരെയും ബുദ്ധിമുട്ടിക്കില്ല. അത് മേക്കപ്പിലായാലും ഡ്രസ്സിങ്ങിലായാലും അഭിനയത്തിലായാലും ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റത്തിനും സ്വഭാവത്തിനും ഉടമ കൂടിയാണ് അവർ. തമിഴിൽ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ നളിനിക്ക് ആ പ്രായത്തിൽ പെൺകുട്ടികൾക്ക് തോന്നാവുന്ന
ആ പ്രണയം നടൻ രാമരാജനോട് ഉടലെടുത്തു. എന്നാൽ ഈ പ്രണയത്തോട് കടുത്ത എതിർപ്പായിരുന്നു നളിനിയുടെ അമ്മയ്ക്കും ആങ്ങളമാർക്കും. രാമരാജൻ അവരോട് നിരന്തരം പ്രണയാഭ്യർത്ഥന നടത്തി അവരുടെ മനസ്സ് മാറ്റി വളച്ചെടുത്തതാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ രാമരാജൻ അക്കാലത്ത് വളരെ മാർക്കറ്റുള്ള ഒരു രണ്ടാം നിര താരമായിരുന്നു. വളരെ സാധാരണ ജീവിതത്തിൽ നിന്നും ഉന്നതിയിലെത്തിയ ഒരു നടനായിരുന്നു രാമരാജൻ. രാമരാജൻ നായകനായിട്ട് അഭിനയിച്ച ഗ്രാമീണ പശ്ചാത്തലമുള്ള സിനിമകൾ പലതും അവ തമിഴ്നാട് ഗ്രാമങ്ങളിൽ രജനീകാന്ത് ചിത്രങ്ങളെക്കാളും ഉയർന്ന കളക്ഷൻ നേടിയിരുന്നു. നായകന്റെ വേഷം എന്ന് പറയുന്നത് ഒരു നിക്കറും തലയിലൊരു കെട്ടും, പശുത്തൊഴുത്ത് വൃത്തിയാക്കലും പാല് കറക്കലും കൃഷിപ്പണിയുമൊക്കെയാണ് നായകന്റെ ജോലി. ഇത്തരം ഗ്രാമീണ കഥാപാത്രങ്ങളെ തമിഴ് മക്കൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. എങ്ക ഊരു പാട്ടുകാരൻ എന്ന ചിത്രത്തിലെ ഒരൊറ്റ പാട്ട് മതി അദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ചെമ്പകമേ ചെമ്പകമേ തെൻപൊതികൈ ചന്ദനമേ തേടി വരും എൻ മനമേ ചേർന്നിരുന്താൽ സമ്മതമേ. ഈ സിനിമയിൽ ഈ ഒരു പാട്ട് തന്നെ 3 പ്രാവശ്യം 3 ക്യാരക്ടേഴ്സ് പാടുന്നുണ്ട്. ഇങ്ങനെ ഒരു പാട്ട് തന്നെ 3 പ്രാവശ്യം 3 ക്യാരക്ടേഴ്സ് പാടുന്നതായി ഒരു സിനിമയിലും ഉള്ളതായി എന്റെ അറിവിലില്ല. അതുപോലെ തന്നെ രാമരാജൻ നായകനായി വേഷമിട്ട കരേകാട്ടക്കാരൻ എന്ന സിനിമ വർഷങ്ങളോളമാണ് തിയേറ്ററുകളിൽ ഓടിയിരുന്നത്. തുടർച്ചയായി 25ഓളം ഹിറ്റ് സിനിമകളുടെ ഘോഷയാത്ര തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും നളിനിയുടെ വീട്ടുകാർക്ക് രാമരാജനോട് വെറുപ്പ് തന്നെയായിരുന്നു. മാത്രമല്ല, ഈ ബന്ധം കാരണം നളിനിയുടെ അഭിനയ ജീവിതം നിന്നുപോകുമോ എന്നുള്ള ആശങ്കയും അവർക്കുണ്ടായിരുന്നിരിക്കാം. ഈ ബന്ധത്തെ പ്രതിരോധിക്കാനായി നളിനി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കുടുംബത്തിലുള്ള ചിലരെ ബോഡി ഗാർഡായി ഒപ്പം അയക്കാറുണ്ടായിരുന്നു. പക്ഷെ അവർക്കറിയില്ലല്ലോ പ്രണയബന്ധിതമായ മനസ്സിനെ വേർപെടുത്താൻ, ആഴത്തിൽ വേരൂന്നിയ സ്നേഹബന്ധത്തെ പിഴുതെറിയാൻ ബോഡി ഗാർഡിനെ വെച്ചാലോ കോട്ട മതിൽ കെട്ടിയാലോ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു ദിവസം നളിനി തന്റെ പ്രാണേശ്വരനായ രാമരാജനോടൊപ്പം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. ഈ വിവരമറിഞ്ഞ നളിനിയുടെ വീട്ടുകാർ ഒന്നടങ്കം അലമുറയിട്ട് നിലവിളിച്ചു. രാമരാജൻ നളിനിയും കൊണ്ട് അഭയം തേടിയെത്തിയത് സാക്ഷാൽ MGRന്റെ അടുക്കിലേക്കായിരുന്നു. അവരുടെ വിവാഹം നടത്തിക്കൊടുത്തത് MGR ആയിരുന്നു. അവരുടെ ഒത്തുചേരൽ വാർത്ത തമിഴ് ജനതയ്ക്ക് ആഹ്ലാദം പകർന്നു. രാമരാജനോട് MGRനും ജയലളിതയ്ക്കുമൊക്കെ വലിയ ഇഷ്ടവും താല്പര്യവുമൊക്കെ ആയിരുന്നു. പിൽക്കാലത്ത് രാമരാജനെ ജയലളിത MP ആക്കുകയും ഉണ്ടായി. രാമരാജൻ നളിനി ദാമ്പത്യം ഏതാണ്ട് 12 വർഷത്തോളമേ നിലനിന്നിരുന്നുള്ളൂ. അതിനിടയിൽ അവർക്ക് 2 കുട്ടികളും പിറന്നിരുന്നു. അവർ തമ്മിൽ വേർപിരിഞ്ഞ് താമസിക്കുന്നതിനുള്ള കാരണം കേട്ടാൽ അത് സിനിമ കഥയെ പോലും വെല്ലുന്നതാണ്. സാധാരണ വേർപിരിയുന്നതിനുള്ള കാരണം കേട്ടിരിക്കുന്നത് അവിഹിത ബന്ധം, പെരുമാറ്റ ദൂഷ്യം, മദ്യപാനം, സംശയം, പിന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ, അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ, അങ്ങനെ തുടങ്ങി പലതും. എന്നാൽ ഇവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇവർ വേർപിരിയാനുള്ള പ്രധാന കാരണം ജ്യോത്സ്യ പ്രവചനങ്ങളാണ്. നളിനിയുടെ ജ്യോത്സ്യൻ പറയുന്നു, ഈ 2 കുട്ടികൾ പിതാവിനോടൊപ്പം ജീവിച്ചാൽ പിതാവിനോ അല്ലെങ്കിൽ ഈ കുട്ടികൾക്കോ ജീവനാശം വരെ സംഭവിച്ചേക്കാമെന്ന്. എന്നാൽ രാമരാജന്റെ ജ്യോത്സ്യൻ അഭിനയത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രവചിച്ചിരുന്നു പോലും, നിങ്ങൾ അഭിനയ രംഗം തിരഞ്ഞെടുത്താൽ സർവനാശമായിരിക്കും ഫലമെന്ന്. ഇക്കാര്യങ്ങൾ ഇവർ 2 പേരും ഈയിടെയാണ് വെളിപ്പെടുത്തുകയുണ്ടായത്. വേർപിരിഞ്ഞ് 25 വർഷം പിന്നിട്ടുവെങ്കിലും ഈ 2 പേരും ഇന്നും അവിവാഹിതരായി കഴിയുകയാണ്. നളിനി അവരുടെ 2 മക്കളെയും കഠിനാധ്വാനത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും വളർത്തി വലിയ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചു. നളിനി ഈയിടെ ചാനലിലൂടെ ഉറക്കെ വിളിച്ചു പറയുന്നു, ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ പ്രണയിക്കുന്നു എന്ന്. ഈ വിഷയത്തെക്കുറിച്ച് രാമരാജൻ ചാനലുകാരോട് പറയുന്നു, 25 വർഷം കഴിഞ്ഞില്ലേ, ഇനി എനിക്കൊന്നും പറയാനില്ലെന്ന്. അവനവന്റെ ജീവിതത്തിലെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ മഹത്തരമായ കാര്യം. പരസ്പര സഹായം ആവശ്യമായി വരുന്ന ഒരു കൂട്ടു വേണമെന്ന് തോന്നിപ്പോകുന്ന സമയത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ 2 പേരും വീണ്ടും ഒന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.